അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയപ്പെട്ട ഫോക്കസ് അഡ്മിന്മാർ, അതുപോലെ തന്നെ സഹപാഠി സുഹൃത്തുക്കൾ, ഞാൻ 2023 ഫോക്കസിൽ വരുന്നത്. ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പേഴ്സ് ടോക്കിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനും കൊണ്ട് കൂടിയാണ് ആ ഒരു ഇതിലേക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്കും ഒരു ദിവസം ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ പറ്റണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ടോക്കിന് എനിക്ക് പറ്റിയ എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു അവസരം തന്നിട്ടുള്ള സർവശക്തനോട് അൽഹംദുലില്ലാ, അതുപോലെ തന്നെ ഫോക്കസിന്റെ ടീമിനോടും നന്ദി പറയുകയാണ്. അപ്പൊ ഇൻഷാ അള്ളാ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വന്നത് കൊണ്ട് പഠനം നിർത്താനുള്ള ഉദ്ദേശമില്ല. കാരണം നമ്മളിപ്പോൾ സാർ പറഞ്ഞ പോലെ ആ ഒരു ഒപ്പിടുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയമായിരിക്കും ഈ ഒരു PSC എഴുത്തിനോട് വിട പറയാ എന്നുള്ളത് തോന്നുന്നു. എന്തായാലും ഇൻഷാ അള്ളാ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം പഠിച്ചവൻ കൊടുക്കട്ടെ. ഞാൻ 2023 ഫോക്കസിൽ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ മുന്നേ 2020 ഞാൻ ഡിഗ്രി കഴിയുന്നത്. എനിക്ക് അപ്പൊ നോക്കുമ്പോൾ ഇവരൊക്കെ എന്റെ സീനിയേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ. അപ്പൊ ഈ സംസാരിച്ചിട്ടുള്ള ടീച്ചറൊക്കെയാണ് എത്രയോ സീനിയേഴ്സാണ്. അപ്പോൾ 2020 ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഡിഗ്രി കഴിയുന്നു. അടുത്ത വർഷം 2021 PSC ഉണ്ട്. അത് കോവിഡ് സമയമായത് കൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 20 തന്നെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ഏർപ്പാടാവൂല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ ആ വരുന്നൊരു PSC തന്നെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാനും അന്ന് എൻ്റെ കുറച്ച് ചുറ്റുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളുടെ ഒക്കെ ഒരു വിചാരം. അങ്ങനെ 21 വരെ അതായത് ഏകദേശം ഒരു 1-1.5 വർഷത്തോളം എടുത്തു ആ ഒരു എക്സാം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോവിഡ് വന്ന സമയത്ത് ഞാൻ എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യും, B.Ed ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കോളേജിൽ ചേരുന്നു. ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ. അങ്ങനെ പെട്ടെന്ന് ഈ ഉച്ചവരെയുള്ള ക്ലാസ്, പിന്നെ ലോക്ക്ഡൌൺ മൊത്തത്തിലായ സമയത്ത് ക്ലാസ്സും കുറച്ച് കാലം നിന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കുറച്ച് നാട്ടിലുള്ള കുറച്ച് ആളുകള്, ഈ അറബി കോളേജിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, അവര് എല്ലാവരും ആ ഒരു നാട്ടില് ലോക്കായ സമയമാണല്ലോ. അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഒരു മദ്രസ ഉണ്ട്, അവിടെ ഇസ്ലാഹി സെന്ററിൽ പോയിട്ട് ഞങ്ങൾ ഒരു 8-10 ആളെ അടങ്ങുന്ന ഒരു ടീം ഇരുന്ന് എന്നും വായിച്ചിട്ട് വൈകുന്നേരം വരെ അത് ആ ഒരു വായന തുടരും. അങ്ങനെ വായിച്ച് അന്ന് ആ സമയത്ത് അറബിക്കിലായിരുന്നു ഞങ്ങൾ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ അറബിക്ക് മാത്രം പഠിച്ച് GK നമുക്ക് ആ ഒരു ഏരിയയെ അറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ഓക്കെ, നമ്മൾ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തു, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഓക്കെ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡന്റിലാണ് അന്ന് പോകുന്നത്. അങ്ങനെ അന്ന് പോയി ഈ പറഞ്ഞ ശർമ്മ ടീച്ചർ പറഞ്ഞ പോലെ PSC എഴുതിയിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഒരുപാട് കറുപ്പിക്കരുത്, ഉറപ്പുള്ളത് മാത്രം കറുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കൊരു 50-50 ഉള്ളത് കറുപ്പിക്കാൻ പോവാം. അപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഓക്കെ, ഉറപ്പുള്ളത് എന്തായാലും കറുപ്പിക്കാം, 50-50 ഉള്ളതും ഇനി അഥവാ അത് തെറ്റിപ്പോയാലോ ഉള്ള മാർക്ക് പോണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് ഉറപ്പുള്ളത് മാത്രം കറക്റ്റ് ചെയ്തു. 63 അന്ന് 62-63 ആ ഒരു റേഞ്ചിൽ ആ ഒരു LP എക്സാം കറക്റ്റ് ചെയ്തു. അതിലൊരു 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് തെറ്റിപ്പോയത്, നെഗറ്റീവ് വന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു മലപ്പുറത്തിന്റെ ലിസ്റ്റ് ആയിരുന്നു അത്, കഴിഞ്ഞ 2021 ഉണ്ടായിരുന്ന മലപ്പുറം ഫുൾ ടൈമിന്റെ LPയുടെ ലിസ്റ്റ് ആയിരുന്നു. അതിലൊരു 400ഓളം ആളുകളെ അന്ന് ആ ഒരു ലിസ്റ്റിൽ വന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിൽ വന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ കൂടെ പഠിച്ചിരുന്ന 1-2 ആളുകൾ, ഒരു 3-4 ആളുകളും ആ ലിസ്റ്റിൽ വന്നു. അപ്പൊ ഇനി ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും. കാരണം PSCയുടെ എങ്ങനെ അതിന്റെ കിടപ്പ് എന്നുള്ളത് അന്നത്തെ കാലത്ത് മനസ്സിലായിരുന്നില്ല, ആ ഒരു സമയത്ത് മനസ്സിലായിരുന്നില്ല. വിചാരിക്കുന്നു ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നു, ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഇന്റർവ്യൂ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് അന്ന് രാവിലെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഹറിബറി കാരണം അന്ന് ഭയങ്കര തലവേദന പ്രയാസമൊക്കെ ആയിട്ട് ആ ഇന്റർവ്യൂ, എനിക്കറിയുന്ന നെഹ്വിലെ ചെറിയ കാര്യം പോലും എനിക്ക് അന്ന് അവിടെ പറയാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായ, കാരണം നമ്മൾ പ്രതീക്ഷിച്ചു പോവുകയാണ് നമുക്ക് ജോലി കിട്ടി. ഓക്കെ, 21 ആയപ്പോഴേക്കും എനിക്കന്ന്
23 വയസ്സാണുള്ളത്. അപ്പൊ ആ 23-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 24-ാമത്തെ വയസ്സിൽ ഞാൻ PSC ജോലിയിൽ കയറുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ആ ഒരു വിശ്വാസം നേരെ കുത്തനെ ഇടിയാണ്. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒന്നും അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2023-ലാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിന്റെ ഇടയിൽ കേട്ടറ്റ് 3 എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അത് എടുക്കുന്ന എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ അവരായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തു, എന്താണ് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ട് 3ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഫ്രീ ആയിട്ട് തരുന്ന സാധനങ്ങളൊക്കെ കേട്ടോളി. പക്ഷെ PSC എന്നുള്ള ഇനിയിപ്പോൾ അടുത്ത 23-ലൊക്കെ വരുന്ന ഒരു PSCക്കാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സിൽ ചെയ്യുക. അത് എന്താ വെച്ചാൽ പൈസ പോകുന്നത് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്കൊരു ബോധം ഉണ്ടാവും. ഫ്രീ ആയിട്ട് ഒരിക്കലും ഒരാൾക്കൊരു സാധനം തന്നു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല. അത് എത്രയായാലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫീ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിൽ ചെയ്യാം. അങ്ങനെ അവർ വഴിയാണ് ഞാൻ ഫോക്കസിലേക്ക് എത്തുന്നത്. അങ്ങനെ കേട്ടിട്ട് 3 കിട്ടി. അതിനുശേഷം 23-ല് എക്സാം വിളിച്ചു. കാസർഗോഡ് ഹൈസ്കൂളാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അത് വിളിച്ചിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പകുതി കഴിയ സമയത്താണ് ആ കോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എന്നാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് നസറുദ്ദീൻ സാറെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞു, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചേർന്നോളി, ഇല്ലെങ്കിൽ വെറുതെ ഒരു പ്രയാസം ആവുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഒരു ടച്ച് ഉണ്ട്, ഇങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഒരു പുഷും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിലബസ് ഒന്നുകൂടി കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പറ്റുണ്ടാവും എന്നുള്ളത് വിചാരിച്ചു. പക്ഷെ ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പോഴാണ് ഡെയിലി ക്ലാസ്സുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്ര ക്ലാസ്സുകൾ അവിടെ പെൻഡിങ് ഉണ്ടാവും കാണാനുള്ളത്. ഞാൻ ഡെയിലി ടൈം വെച്ചിട്ട് ഈ ക്ലാസ്സുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ഇട്ട് ടൈം ടേബിൾ ഇട്ട് ചെയ്യാൻ നോക്കി. ഒരു ദിവസം 8ഉം 10ഉം ക്ലാസ്സുകളൊക്കെ കേട്ട ദിവസങ്ങൾ അന്നുണ്ട്. എന്നിട്ടും ഇത് എത്താത്തത് കൊണ്ട് ഭയങ്കര പ്രയാസത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പൊ കിട്ടുന്നത് പോലും പിന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ എനിക്ക് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലിസ്റ്റിൽ പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക പോലും ചെയ്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മള് കുറെ ബേസ് ഉണ്ടെന്ന് വെച്ചിട്ട് അറിയുന്ന കാര്യങ്ങളോ ഇതൊക്കെ അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് ഇതൊക്കെയല്ലേ, ഇപ്പൊ ജർമ്മൻ ടീച്ചർ പറഞ്ഞല്ലോ, നമുക്കത് ഉറപ്പായിട്ടുണ്ടാവില്ല നമ്മുടെ മനസ്സിൽ. നമ്മളൊക്കെ കൺഫ്യൂഷൻ വരും കുത്തുന്ന സമയത്ത്. എനിക്കറിയാം അന്നത്തെ എക്സാമില് ഹിംസുൽ ജുഫൂൻ ചോദിച്ച സമയത്ത് അത് മാറി കുത്തിയിട്ട് കറുപ്പിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, അതല്ലല്ലോ അതാണ്. അപ്പോ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രയാസം, നമുക്ക് അറിയുന്ന സാധനങ്ങൾ ഈ കൺഫ്യൂഷന്റെ പേരിൽ മാറിപ്പോവാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടാക്കും. അങ്ങനെ അത് കഴിഞ്ഞു വന്നിട്ട് പിന്നെ അടുത്ത ദിവസം മുതലേ ഫോക്കസിൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങി. അങ്ങനെ അന്ന് മുതൽ വീണ്ടും ഈ ഡിസ്കഷനിൽ കയറുന്നു. ആ സമയത്ത് ഗ്രൂപ്പിൽ വീണ്ടും മെസ്സേജ് വന്നു, അടുത്ത ബാച്ച് അടുത്ത എക്സാമിനുള്ള അടുത്ത ജൂണിലെ എക്സാം വരുന്നതിനുള്ള ബാച്ച് ഇപ്പൊ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അപ്പോ അതിലാണെങ്കിൽ ഓഫർ ഉണ്ട്, നമുക്ക് ഉള്ള ആളുകൾക്ക് തന്നെ കുറച്ച് പൈസ കൊടുത്താൽ എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ആവും. അപ്പൊ തന്നെ ഞാനത് സാർക്ക് മെസ്സേജ് അയച്ചു, ജോയിൻ ചെയ്തു. അന്ന് മുതൽ 2023 മുതൽ കൃത്യമായിട്ടുള്ള ഫോക്കസിന്റെ ഒരു ലൈവ് ക്ലാസ് പോലും ഞാൻ അന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ലൈവ് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യും, എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യും. ഇനി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും 1-2 മിസ്റ്റേക്ക് വന്നാലും അത് വീണ്ടും ആ ലിങ്ക് പോയി എടുത്ത് പിന്നെയും ഉത്തരം ചെയ്ത് ആ ഒരു ഉത്തരം മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു സംഗതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോക്കസിന്റെ ലൈവായിട്ട് ക്ലാസ്സുകൾ പങ്കെടുക്കും, എന്നിട്ട് ടൈം ടേബിൾ ഇടും, എനിക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് കവർ ചെയ്യാനുള്ളത്, എങ്ങനെയൊക്കെയാണ് എനിക്കിത് കൊണ്ടുപോകാൻ പറ്റാം, ഏതൊക്കെ ഭാഗങ്ങളാണ് ടഫ്. അതായത് എന്നെ ഞാനൊന്ന് ഇവാലുവേഷൻ ചെയ്യാൻ തുടങ്ങി, എനിക്ക് ഗ്രൂപ്പ് സ്റ്റഡി ആണോ അല്ലെങ്കിൽ സിംഗിൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള സ്റ്റഡി ആണോ നല്ലത് എന്നുള്ളത്. നമ്മളെ ഗ്രൂപ്പ് സ്റ്റഡി ആക്ടിവിറ്റി ഗ്രൂപ്പിലൊക്കെ നന്നായിട്ട് അതിനെ സാർമാർ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇത് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ സമയത്ത് 2023 ആയപ്പോഴേക്കും എനിക്ക് രണ്ടാമത്തെ മോനുമായി. അങ്ങനെ 2 മക്കളും വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുന്ന സമയം അവരെ ഒരുപോലെ കെയർ ചെയ്യണം, ഇതും ഇങ്ങനെ പാരലലി കൊണ്ടുപോകണം. അപ്പോ ഇവരുടെ ഒരു തിരക്ക് കാരണം പിന്നെ വന്ന് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അതിൽ 1000-ലധികം മെസ്സേജുകളാണ് ആ ഗ്രൂപ്പിൽ വന്ന് കാണുക. അപ്പൊ എനിക്ക് വീണ്ടും ഒരു പ്രയാസമായി, കാരണം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്,
എനിക്കതിന് അവരുടെ കൂടെ എത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ പേഴ്സണലി എനിക്ക് കമ്പൈൻ സ്റ്റഡി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾ മുന്നേ ഒരു ഓഫ്ലൈൻ കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരു മെച്ചം അറിഞ്ഞ ആളായതുകൊണ്ട് തന്നെ കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും ഈ ഒരു കമ്പൈൻ സ്റ്റഡിയെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ ഞാൻ കമ്പൈൻ സ്റ്റഡി ആ ഗ്രൂപ്പ് എന്താ സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളൊരു ഇതിൽ മാത്രം ഔട്ടർ ലെവലിൽ മാത്രം അവിടെ ഇടപെട്ടിട്ട് ബാക്കി എന്റെ പഠനങ്ങളൊക്കെ ഞാൻ പേഴ്സണലി കൊണ്ടുപോകാൻ തുടങ്ങി. അതില് ചില ഇപ്പോ ഒരു റുട്ടീൻ പറയുകയാണെങ്കിൽ രാവിലെ എന്റെ ഉറക്കത്തിന്റെ ഇതിനനുസരിച്ച് ഞാൻ എണീക്കുന്നത് പോലെ എണീച്ചിട്ട് ചിലപ്പോൾ രാത്രി ലേറ്റ് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കി രാവിലെ കുറച്ച് സമയം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കാര്യങ്ങൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു 10-11 മണിയാകുമ്പോഴേക്കിനും ഫ്രീ ആവുക. ഇനി ഫ്രീ ആയിട്ടില്ലെങ്കിലും ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ട് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കും. അതിന് പാത്രം കഴുകാണ്, അല്ലെങ്കിൽ തുണി അലക്കാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും എന്റെ ചെവിയിൽ ഇത് ഓപ്പൺ ആയിരിക്കും. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ ക്ലാസ്സിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ലൈവ് ക്ലാസ്സുകൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പെൻഡിങ് ആയി പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് കേട്ട് തീർക്കും. അങ്ങനെ കേട്ട് തീർക്കുന്ന ചില സമയത്തൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഞാനിത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ ക്ലാസ്സിലാണല്ലേ, അപ്പൊ ഈ ചെവിയിൽ ഈ സാധനം കാണൂല. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് 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 അവസാനം ചെവിക്കൊരു ചെറിയ വേദന ഇങ്ങനെ തുടങ്ങി. നമ്മള് ബ്ലൂടൂത്ത് ഒരു 1-2 മണിക്കൂർ വെക്കുന്ന പോലെയല്ലല്ലോ ഒരു പകല് മൊത്തം ഇത് വെക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ചെറിയ പ്രയാസം നേരിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വായന ഫുള്ള് ഈ ഒരു ഫോണിലൂടെയുള്ള ഒരു വായനയാണ്. അപ്പൊ ഞാന് കണ്ണട വെക്കുന്ന ഒരാളല്ല. എനിക്ക് ഈ തലവേദന വരാൻ തുടങ്ങി. ഫുൾ ടൈം ഫോണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ചെറിയ പവർ വ്യത്യാസം വന്നു. അങ്ങനെ കണ്ണട വെക്കാൻ തുടങ്ങി. ഫോൺ സ്ക്രീൻ ടൈമിൽ കണ്ണട വെക്കാൻ തുടങ്ങി. PSC കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ 2 നേട്ടങ്ങളാണ്. ഒന്ന് ചെവി ചെറിയ വലിയ പ്രയാസമില്ല, അൽഹംദുലില്ലാ. ഇപ്പോഴും അതൊരു പ്രയാസമായിട്ടല്ല പറയുന്നത്. ഞാൻ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പൊ 2 നേട്ടമാണ്. ഒന്ന് കണ്ണട വെക്കാൻ തുടങ്ങി, ചെവിയുടെ ചെറിയൊരു വേദന. അതൊക്കെ കഴിഞ്ഞ് ഈ വൈകുന്നേരം വരെ വായന തുടങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ബ്രേക്ക് എടുക്കും, വീണ്ടും രാത്രി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നോക്കും. ഇങ്ങനെ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ടുപോകുക എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. കാരണം എല്ലാവർക്കും ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളത്, നമ്മൾ ആദ്യമൊക്കെ ടൈം ടേബിൾ ഇടും, ഭയങ്കര സെറ്റായിട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അത് പിന്നാലെ പോരൂല. നമ്മള് പിന്നെന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകളൊക്കെ ഇനി ഇപ്പൊ എനിക്ക് കുറച്ച് പെൻഡിങ് വന്നല്ലോ, അല്ലെങ്കിൽ ഞാനത് ഇനി അത് എപ്പോഴേലും കവർ ചെയ്യാം, ഇത് ബാക്കിയുള്ള കേട്ടു തുടങ്ങാം, അല്ലെങ്കിൽ മറ്റേത് കവർ ചെയ്തിട്ട് ഇനി ലൈവ് ക്ലാസ്സിലേക്ക് വരാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒന്നും നമുക്ക് ട്രാക്കിലേക്ക് വരാത്തൊരു അവസ്ഥ വരുമെന്നുള്ളതാണ്. നമ്മൾ കുറെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 മാസത്തിലേക്ക് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും. കാരണം എന്താ പറയാ, പഠിച്ചോനെ ഞാൻ എത്രയൊക്കെ നോക്കുന്നുണ്ട്, ഇനി എന്റെ ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു പ്രയാസം വരും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവണം. പ്ലസ് അതോടൊപ്പം പഠിച്ചോനുള്ളൊരു തവക്കുൽ എന്ന് പറയുന്നത് അത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു തവക്കുലുകൊണ്ട് നമുക്ക് കിട്ടുന്ന മാനസികമായിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഏത് ടോക്കിലും സംസാരിക്കുന്ന എന്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളതാണെങ്കിൽ പഠിച്ചത് തന്നിരിക്കും എന്നുള്ളതാണ്. ഇനി നോട്ട് കാര്യങ്ങളൊക്കെ എന്നോട് ഞാൻ നെഹുവിന്റെ ക്ലാസ് ഞാൻ ഗ്രമാക്കസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫോക്കസിന്റെ. അതുപോലെ തന്നെ ഹാരിസ് സാറെ ക്ലാസ് നമുക്കറിയാം, വളരെ എന്താ പറയാ, നമുക്കിങ്ങനെ നെഹ്വ് ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ആക്കി ഇങ്ങനെ തരുന്ന രൂപത്തിലാണ് സാറിന്റെ ക്ലാസ്സുകളൊക്കെ. അപ്പോ അതില് ഫസ്റ്റ് 2023 PSCക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് നെഹ്വ് പെട്ടെന്ന് ക്ലിക്കാവും. പക്ഷെ ചില സമയത്ത് ഈ ക്ലിക്കായ സാധനങ്ങൾ വർക്ക് അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അത് വരൂല. അപ്പോൾ ഞാനത് മണ്ടത്തരായിരിക്കും ചിലപ്പോൾ ഡൗട്ടായിട്ട് ചോദിക്കാം.
അങ്ങനെ സാറിനെ ഒരുപാട് തവണ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ, ഇത് ഇങ്ങനെ ആയിക്കൂടെ, അങ്ങനെ ആയിക്കൂടെ. സാറിന്റെ ശൈലി നമുക്കറിയാം. ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ഒന്ന് ചോദിച്ചാൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടി വരും, എന്നാലാണ് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. പക്ഷെ സാറിന്റെ ആ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്, എനിക്ക് നെഹ്വിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഗ്രാഫ്, എന്റെ ഉയർച്ച എന്ന് പറയുന്നത് വളരെ വലുതായി. ഞാൻ എന്താ പറയാ, ഞാൻ ഭയങ്കര സംഭവമാക്കി പറയല, പക്ഷെ ഞാനത് സംഭവമായി തോന്നാറില്ല. എപ്പോഴും ഇങ്ങനെയാണല്ലേ എന്ന് തോന്നിപ്പോയത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഈ ഫോക്കസിന്റെ ടീമിലുള്ള, കാരണം നമ്മുടെ കയ്യിൽ നമ്പർ ഒന്നും ഉണ്ടാവില്ല, വിളിക്കും. അസ്നല്ലേ? അതെ, അതെ, ഞാൻ ഫോക്കസിലുള്ള ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നെഹു പഠിക്കുന്നത്? ഇങ്ങനൊരു എന്താ പറയാ, ഒരു 19 കോളെങ്കിലും ഞാൻ ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ എനിക്കറിയില്ല അതെങ്ങനെയാണ് ഇങ്ങനെ. കാരണം ഡൗട്ടുകൾ ചോദിക്കുന്ന സമയത്ത് സാറ് പേരെടുത്ത് വിളിക്കും. അപ്പോ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റലുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ആ ഒരു ഉയർച്ച ഉണ്ടായത് സാറിന്റെ ആ ഒരു മെത്തഡോളജിയും സാറിന്റെ ആ ഒരു വേ ഓഫ് ടീച്ചിങ്ങും അത് നമ്മളിൽ ഉണ്ടാക്കുക. കാരണം ചില സമയത്തൊക്കെ സാറ് ഒരുപാട് കുട്ടികൾ വിളിക്കും, ആ സമയത്തൊന്നും ആരും റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ സാർക്കൊരു സങ്കടമായി വരും. അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെക്കുന്നു, നിങ്ങളാരും വരുന്നില്ല, വിളിച്ച ആളുകൾ തന്നെ പിന്നെയും പിന്നെയും വിളിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മടുപ്പുണ്ടാക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും, സാർ അങ്ങനെ ചെയ്യരുത്, ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ നെഹ്വു പഠിക്കുക എങ്ങനെയാന്ന് എല്ലാവരും ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. നെഹ്വു അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചിട്ടല്ലാതെ തിയറി മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിന്റെ കായിക കുറെ പഠിക്കും, കുറെ എക്സാമ്പിളുകൾ പഠിക്കും, ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് എക്സാമിന് കിട്ടിക്കൊള്ളുന്നില്ല. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് വായിക്കുകയാണെങ്കിലും അതിന്റെ ഇറാബ് ഒന്ന് വെച്ചിട്ട് വായിച്ചു നോക്കാം. ഇപ്പോൾ സാറ് പറയാറുണ്ട്, ഖുറാൻ ഓതുന്ന സമയത്ത് ഇറാബ് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനത് ഇപ്പോഴും ഖുറാൻ ഓതുന്ന സമയത്ത് അർത്ഥം എടുത്ത് തഫ്സീർ എടുത്ത്, കിട്ടാത്ത വാക്കുകൾ തന്നെ അതിന്റെ അർത്ഥം വരെ നോക്കിയാൽ നമുക്ക് ഒരുപാട് മെച്ചാം, കുറെ വൊക്കാബുലറീസ് കിട്ടും. അപ്പൊ അങ്ങനെ ഇതെന്തുകൊണ്ട് എന്താ, ഇപ്പൊ ഇന്ന് മരിപ്പിക്കാൻ ഓതിയ സമയത്ത് ലൻ തർല എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ബക്കറയിൽ ഒരു ആയത്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവിടെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നസ്ബായിട്ടുള്ളത് മൊത്തല്ലാഹിറ നസ്ബായിട്ട് വരുമ്പോ, ഫതഹായിട്ട് വരുമ്പോ അവിടെ മുഖദ്ദറത്തായിട്ട് വരിക എന്നുള്ളത് എനിക്ക് അപ്പൊ ക്ലിക്കായില്ല. പക്ഷെ ഞാനത് എടുത്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് പഠിച്ചിട്ടുള്ള നമ്മുടെ മൈൻഡിലുള്ള സാധനങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ വരെ നെഹ്വ് 3 എക്സാമിലും നെഹ്വ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു, കംപ്ലീറ്റ് കറക്റ്റ് ആയി. അത് എന്താ പറയാ, ഫോക്കസിന്റെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ എങ്ങനെ വെച്ചാൽ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ നമ്മൾ ഡിഗ്രിക്കാണെങ്കിലും കാര്യമായിട്ട് പഠിക്കുക നമ്മളെ ജാഹിലി, ഇസ്ലാമി, ആ ഒരു അറബിക് ലിറ്ററേച്ചർ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യും. ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ ഉള്ളൊരു അറിവുണ്ടാവില്ല. കാരണം അത് നമ്മളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നില്ല ഞാൻ ആ സമയത്തൊന്നും. അപ്പൊ അത് പെട്ടെന്ന് പുതിയതായിട്ട് പഠിക്കാണ്. പക്ഷെ നസ്രുദ്ദീൻ സാറിന്റെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ക്ലാസ്സുകൾ ഇങ്ങനെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ആ രൂപത്തിലുള്ള ക്ലാസ്സുകൾ, പിന്നെ റിപ്പീറ്റേഷൻ വരുന്നത്, ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഒരു വഴി. ഇതില് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ്, ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ ഈ 2x-ലും 1.5x-ലും ഒക്കെ ഇട്ടിട്ട് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ആ പോയിന്റുകൾ ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരിക്കുക. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എത്ര കേട്ടാലും എന്റെ മൈൻഡിലേക്ക് കയറുന്നില്ല എന്നുള്ളതായിരുന്നു. കാരണം അതൊരു കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പുതുതായിട്ട് പഠിച്ചൊരു സാധനമാണ്. അപ്പൊ അത് നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ഭയങ്കര ഫോക്കസ് ആയിട്ട് വന്നുകൊണ്ട് അതൊരു ഹെൽപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബലാഗ എടുക്കുന്ന സാറ് അത്രയും അടിപൊളിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആ ഒരു എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഖാലിദ് സാറെ ക്ലാസ് ആണ് പിന്നെ ബലാഗ കിട്ടുന്നത്. അതും എന്താ പറയാ, വളരെ നല്ല രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് എന്താ പറയാ, ഓരോ എക്സാമ്പിളും എടുത്ത് അതിന്റെ അർത്ഥം വെച്ച് വായിച്ച് നമുക്ക് ഇങ്ങോട്ട് മനസ്സിലേക്ക് ഓർമ്മ വരും. ആ ഒരു രൂപത്തിൽ അറുപതാണെങ്കിലും എല്ലാം വളരെ നല്ല രൂപത്തിലുള്ള ക്ലാസ്സുകൾ. അപ്പോ ഈ ഒരു ഫോക്കസിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് എന്താ പറയാ, കറക്റ്റ് ഒരു ഇതിലേക്കാണ് നമ്മൾ ചെന്ന് ഞാൻ വന്നത്. കാരണം മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ, ഇതിന്റെ ലൈവിലോട് കൂടി ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അത് നമ്മൾ മുന്നേ പഠിച്ചത്
എന്താ പറയാ, നമുക്ക് ഇതിനെപ്പറ്റി വല്ലാണ്ട് ധാരണയല്ല. സിലബസ് എടുക്കുന്നു, നമുക്കറിയുന്ന ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, പോകുന്നു. ഇവിടെ ആകുമ്പോൾ ഇതില് നിരന്തരം കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ഭയങ്കര റാഹത്തായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പല ആളുകളും ചെയ്യുന്നൊരു കാര്യമായിരിക്കും, എന്താ പറയാ, പഠിക്കും, അതായത് സിലബസ് ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾക്ക് എളുപ്പമുള്ള ഇതൊക്കെ ആദ്യം കവർ ചെയ്യും. ഇപ്പൊ ജാഹിലി നമുക്ക് നല്ല എളുപ്പമാണ്, അത് നമ്മൾ വേഗം കവർ ചെയ്യാൻ പറ്റും, അപ്പൊ അത് ചെയ്യും. അങ്ങനെ ഓരോ പോർഷൻസും ഇപ്പൊ എടുത്ത് കവർ ചെയ്ത് പോകും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിന്നെ അവസാനം എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും ആദ്യം പഠിച്ചിട്ടുള്ള നമ്മൾ ഈസിയാന്ന് വിചാരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ എല്ലാ വിഷയങ്ങളും പാരലലി കൊണ്ടുപോവുക, അതുപോലെ അതായത് ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതായത് ഇന്നിപ്പോ അദബുൽ ജാഹിലിയിലെ ഒരു ഭാഗമാണ് പഠിച്ചതെങ്കിൽ നാളെ എന്താ ഇസ്ലാം എടുത്തിട്ട് അതില് ജമ്മുൽ ഖുറാൻ പഠിക്കാം. അല്ലെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ വേറൊരു ഭാഗം അദബുൽ അറബിയുടെ എന്താ ഹദീസ് ലിറ്ററേച്ചർ എടുത്ത് അതിലെ റിവായത്ത് എടുക്കുക. അങ്ങനെ ഓരോ പോർഷൻസും എന്നും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നെ നമ്മളിത് ബാക്കിലേക്ക് വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നില്ല. ഇത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്നവർക്ക് അത് നല്ലത് തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് സംശയങ്ങൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എനിക്കധികം ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റിൽ കടന്ന് തിരിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അത്രയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു, പറഞ്ഞ പോലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പിന്നെ ഒരു ഡെസ്പ് ആവാൻ തോന്നുന്ന സമയത്ത് നമ്മള് സാർമാരുടെ അടുത്തു നിന്നൊക്കെ ഒന്ന് അഡ്വൈസ് വാങ്ങുക എങ്ങനെയാണ് എന്നുള്ളത്. ആ ഒരു രൂപത്തിലുള്ള സംഗതികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു ഇതെന്ന് വെച്ചാല് നമുക്ക് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അവരോട് പേഴ്സണലി ചോദിച്ച് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് എത്രത്തോളം അത് ക്ലിയർ ആക്കി തരാൻ പറ്റുമോ ആ ഒരു രൂപത്തില്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇതിൽ നിന്നൊരു ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളത്, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള നല്ല അടിപൊളി ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. പിന്നെ GK കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. GK എനിക്ക് ആദ്യത്തെ എക്സാമില് 2021 അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമില് 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൽ 2 തെറ്റിയ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് സ്റ്റോക്ക് ഉണ്ടാവുന്ന സമയത്ത് GK നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം, GKയിൽ അധികം സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വരാൻ പറ്റും, റാങ്ക് തീരുമാനിക്കുന്ന ചോദ്യങ്ങളാണ് അതിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം HSന്റെ 4ാം റാങ്കിൽ വരുന്ന ആ ലിസ്റ്റില് ആ എക്സാമില് 13 ക്വസ്റ്റ്യൻസ് ആണ്, 20 എണ്ണത്തിൽ 13 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് GK അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അതിൽ 3 മാത്രമാണ് നെഗറ്റീവ് വന്നത്, 10 എനിക്ക് കറക്റ്റ് ആക്കാൻ പറ്റി. അപ്പൊ 3 മാത്രം ചെയ്തിരുന്ന ഞാൻ 10 ശരിയാക്കുന്നതിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ഞാൻ വേറെ നോട്ടുകളൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഫോക്കസ് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ റിനൈസൻസ്, അങ്ങനെയുള്ള നോട്ടുകൾ. പിന്നെ എന്തെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാത്രം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും GK പോർഷൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇൻഷാ അള്ളാ എല്ലാവർക്കും ഈ ഒരു രൂപത്തില് നമ്മുടെ എയിം എന്ന് പറയുന്നത് PSC കിട്ടുക എന്നുള്ളത്. അതും കൂടെ ഒന്ന് എടുത്തു പറയണം. ഇതില് ഉള്ള ആളുകൾ നമുക്ക് എന്ത് പറഞ്ഞാലും എപ്പോ ആണെങ്കിലും ചോദിച്ചാൽ സംശയങ്ങൾ തീർത്തരുന്ന, നമ്മളോടാണെങ്കിലും ചോദിക്കുന്ന, ആ ഒരു ഈഗോ പ്രശ്നങ്ങൾ ഇല്ലാത്ത, എല്ലാവരും ഒരേ വഴിയിലേക്ക് പോകുന്ന ആളുകളാണെങ്കിലും എന്താ പറയാ മറ്റുള്ളവരെയും കൂടെ കൂട്ടുന്ന ടൈപ്പ് ഓഫ് കൂട്ടുകെട്ടാണ് ഇതിലുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ എല്ലാവർക്കും പഠിച്ചോനെ ആ ഒരു നമ്മളെ ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പം തന്നെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. ഇൻഷാ അള്ളാ എന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഇൻഷാ അള്ളാ ഇപ്പൊ HST പാർട്ട് ടൈം കാസർഗോഡിൽ 3rd റാങ്കിലുണ്ട്. അതാണ് ഇപ്പൊ ഒരു പ്രതീക്ഷയുള്ള ലിസ്റ്റ്. എന്തായാലും അൽഹംദുലില്ലാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ ഉൾപ്പെടുത്തണം. പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡി ആയിട്ട് അതിന് പോസ്റ്റുകളൊക്കെ ഒന്ന് കൂട്ടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.